അവിടെ ഒരു കൂളർ ഇപ്പൊ പുതിയതായിട്ട് കാണുന്നുണ്ടാവും. പിന്നെ ഞാൻ ഈ ചൂട് നല്ലോണം കൂടിയാലോ മായച്ചതാണ്. ഞാൻ ഓർഡർ ചെയ്ത് സാധനം വരുന്നതിന്റെ പിറ്റേ ദിവസവും മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. മായച്ചിട്ട് ഒരു പ്രാവശ്യം പോലും മഴയൊക്കെ ഓണാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആരായി? ഞാൻ മൂഞ്ചി. ഹായ് ഗൈസ്, ഐ എം ബാക്ക്. നമ്മൾ ജീവിച്ച ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ആൾക്കാരും കണ്ണാപ്പിത്തര കാണിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പണ്ട് വൈറലാവുന്ന വിചാരിച്ചിട്ട കുറേ സാധനങ്ങളുണ്ട്. ഫേമസ് ആവുമെന്ന് വിചാരിച്ചിട്ട് വൈറലാവെന്ന് പറഞ്ഞിട്ട് വയറ്റുന്ന പോയിട്ട് പോലുമില്ല. എനിക്ക് ഇതെല്ലാം കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ തോന്നില്ല. എനിക്ക് ക്രിഞ്ചായിട്ടില്ലേ, എനിക്ക് കണ്ടിട്ട് ആത്മഹത്യ എനിക്കില്ലല്ലോ. ഞാൻ ഓരോ പോസ്റ്റ് ഇട്ടിട്ടും അതിന്റെ അടിയിൽ ഞാൻ ക്യാപ്ഷൻസ് ഇടും. ഇന്ന് ഞാൻ അന്നെ തന്നെ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. എന്നെ റോസ്റ്റ് ചെയ്യാനൊരു പട്ടീന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ റോസ്റ്റ് ചെയ്യും. ആക്ച്വലി കുറെ വീഡിയോസ് ഉണ്ട്, ബട്ട് ഞാൻ വീഡിയോസ് ഇപ്പൊ തൽക്കാലം ഇടുന്നില്ല. നമുക്ക് ഇന്ന് ഫുള്ള് പോസ്റ്റ് നോക്കാം. ഒരുത്തെ കസാല ഇട്ടിട്ട് അടുത്ത് വണ്ടിയും വെച്ചിട്ട് പേപ്പർ വായിക്കും, അത് തലയിൽ ഹെൽമെറ്റ്. ഇതാറാ? ഞാൻ തന്നെ ഈ കണകോണാപ്പന ചെയ്ത് ഇരിക്കുന്നത്. ഇതിന്റെ ക്യാപ്ഷൻ കണ്ട, അംബ്രല കോർപ്പറേഷൻ. ഞാൻ അന്നേ ഗെയിംസ് എല്ലാം കളിക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മുതലേ ഞാൻ എന്റെ എല്ലാത്തിലും ഈ ഗെയിംസിന്റെ പേര്, ഗെയിമിന്റെ സംഭവങ്ങളൊക്കെ എല്ലായിരുന്നു ഇതാക്കല് കൂടുതൽ. നിങ്ങൾ ഇവിടെ എഴുതി വെച്ചാണ്ടോ, അൻസാർ അനസ് ട്രിപ്പ്. വണ്ടിപ്രാന്തായിരുന്നു പണ്ടനക്ക്. എനിക്ക് പണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു KTM എടുത്തിട്ട് നടക്കുന്ന കാലം. അന്ന് KTM ഈ നാട്ടില് ഞാനായിരിക്കും ഫസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, എന്റെ ഏരിയയിൽ ഞാനായിരിക്കും ഫസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്നെ അടുത്തത് അന്ന് റേഷൻ പിടി പോകുമ്പോ ഹെൽമെറ്റ്, തൂറാമോമേ ഹെൽമെറ്റ്. ക്യാപ്ഷൻ കണ്ടോ നിങ്ങൾ? ഐ ലവ് യു ബേബി. പക്ഷെ ആ സമയത്ത് ഈ ഫോട്ടോ ഒക്കെ കൊള്ളായിരുന്നല്ലേ അല്ലേ, അത്യാവശ്യം രസമൊക്കെ ഇല്ലേ. പക്ഷെ എന്നാലും ഇതല്ലായിരുന്നു മോനെ പിന്നെ കുറച്ച് രസമുള്ള ഫോട്ടോ. ഐ കാണ്ട് വിത്തൗട്ട് പേടി കൊണ്ടിട്ട് അടിച്ചിട്ടൊന്നുമില്ല കേട്ടാ. നല്ല ഡ്രൈവിംഗ് ആയിരുന്നു, എന്തൊക്കെ പറയാൻ. ഞാൻ സ്കില്ലഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആയിരുന്നു ആ സമയത്ത്. അന്ന് ഞാൻ അതിലെ ബൈക്കിന്റെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അന്ന് കുറെ ടീമൊക്കെ ഉണ്ടായിരുന്നു. അവരെയുള്ള ആൾക്കാരെ ഏതെല്ലോ വണ്ടിമുള്ള ഉത്തറിന്റെ ഫോട്ടോ എടുത്തതാ. ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും, ഓ ഞാൻ മാസ്. ബേൺ ഔട്ട്. മുയിപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ട് ഫ്രണ്ടിത്തെ ബ്രേക്കും പിടിച്ചിട്ട് ഇതിങ്ങനെ കറക്കും. അപ്പോഴാടെ പെമ്പിള്ളേരുണ്ട്. ഞാൻ പറയട്ടെ, ഇതെല്ലാം ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ചെയ്യുന്ന ആൾക്കാർ ചെയ്തോട്ടെ, അതൊക്കെ ആരും ഇഷ്ടം. അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ആരും കുറ്റമൊന്നും പറയാനേട്ടാ. ബൈക്കിനെ പ്രണയിച്ചവന് ഇതുപോലെ ആയിരിക്കും. ഹെൽമെറ്റ് അയക്കൂല തലേന്ന്. ഹെൽമെറ്റ് എത്ര കാലം ഇട്ടിട്ട് എനിക്ക് മുടി വെച്ചെല്ലാം വന്ന്. അങ്ങനെ ഞാൻ ശരിക്കും എന്റെ വണ്ടി വിറ്റത് അറിയോ. ഐ കാണ്ട് വിത്തൗട്ട് യു അഗൈൻ. ഇതൊക്കെ ഈ പോസ്റ്റൊക്കെ ഒരു മിനിറ്റ് ഫോൺ എടുത്തു. ഈ പോസ്റ്റൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ എന്ത് വിചാരിക്കുന്ന അറിയോ, ഞാൻ ഭയങ്കര ലോൺലി. എനിക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ, എന്റെ ജീവിതം ബൈക്കാണ്. ഇത് കണ്ട് എല്ലാ ആൾക്കാരും എന്റെ അടുത്ത് വരും, നീ സങ്കടപ്പെടരുത്, നിനക്ക് നമ്മളുണ്ട് നിനക്ക്. അംബ്രല എഡിഷൻ. അന്നേ ഈ അംബ്രല കോർപ്പറേഷനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. റെസിഡന്റ് ഇവർ ഗെയിം കളിക്കുന്നു. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആയിരുന്നു. ആ നീല ആകാശം, എന്നിട്ട് ആ പച്ചക്കളർ പുല്ലെല്ലാം ഫുള്ള് പോക്കിയിട്ട് പച്ച മാറ്റിയിട്ട് ഒരുമാതിരി ബ്രൗൺ പോലെ ആക്കും, അല്ലെങ്കിൽ ഭയങ്കര ഓറഞ്ച് ആക്കും. കളറൊക്കെ കേറ്റി അടിച്ച്. പക്ഷെ ഫോട്ടോ കിട്ടില്ല ഫോട്ടോ അല്ലേ, നല്ല രസമുണ്ട് ഈ ഫോട്ടോ. ഇനി നമ്മള് മോഡലിലേക്ക് പോയി. ഞാൻ വണ്ടി വിറ്റു. ഞാൻ വണ്ടി വിറ്റത് ഒന്ന്, വണ്ടിക്ക് എന്തോ ചെറിയ എഞ്ചിൻ എന്തോ കംപ്ലൈന്റ് വന്നപ്പോ ഒരു കാരണം. 2 ഹെൽമെറ്റ് ഇട്ട് നടന്നിട്ട് എന്റെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുള്ളത്. 3ാമത്തെ കാരണം ഞാൻ കൊറിയൻ ഡ്രാമ കാണാൻ തുടങ്ങി. കൊറിയൻ ഡ്രാമ കാണാൻ തുടങ്ങിയിട്ട് BTS ആവാൻ വേണ്ടി നോക്കിയതായിരുന്നു. ഓക്കെ, നമുക്കിനി BTS ആവാൻ നോക്കിയ കുറച്ച് കാര്യങ്ങൾ കാണാം. ഇത് അന്നത്തെ എന്റെ ഏറ്റവും ഫേവറേറ്റ്. ആരെന്റെ ഫോട്ടോ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഫോട്ടോ ഞാൻ കൊടുക്കലുണ്ട്. അന്ന് എനിക്ക് കുറച്ചുകൂടി ജോലൈനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ചെമ്മരി ആടിനെ പോലത്തെ കുഞ്ഞി താടി കണ്ടോ ഗൈസ് നിങ്ങൾ? ആ താടി നോക്കൂ. ഇവിടെ നിന്നാ തോന്നുന്നു പക്ക എന്റെ BTSന്റെ സംഭവം സ്റ്റാർട്ട് ചെയ്തത്. കാരണം മുടിയൊക്കെ ഞാൻ ഇങ്ങനെ ഇടും മുടി. ലിനന്റെ
ഷർട്ട് ഞാനൊക്കെ ലീനനല്ല ഒഴിവാക്കിയതല്ല 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ അതാ കൊറേ ലീനനെല്ലാം എടുത്ത് കളിക്കുന്നു. എല്ലാം ഒഴിവാക്കിയത്, ഞാൻ കളിച്ച് ഒഴിവാക്കിയത് ഇതല്ലോ. കുപ്പി പാന്റ് കാണുന്നുണ്ടോ നിങ്ങൾ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുപ്പി പാന്റ് ആയിരുന്നു ഗൈസ്. ക്യാപ്ഷൻ നോക്കണേ, ക്യാപ്ഷൻ മാർക്കർ ദേ ഡാർക്ക് മോഡ്. ഇതും എന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ഫോട്ടോ ആയിരുന്നു ആ സമയത്ത്. അന്ന് പക്ഷേ ഇല്ലേ ഗൈസ്, ഇതുണ്ട ഫുൾ HD 1080p. അന്ന് DSLR ഒന്നും ആരെടുത്ത് ഇല്ലായിരുന്നു. ഞാൻ അന്ന് ഏടുന്നല്ലോ ആരല്ലല്ലോ കയ്യും കാലെല്ലാം പിടിച്ചിട്ടില്ല ഈ സാധനം വായിച്ചത്. പക്ഷെ അന്ന് 4K 2K ഒന്നും ഇല്ല കേട്ടാ. അന്ന് ഫുൾ HD ആയിരുന്നു ഏറ്റവും ഫസ്റ്റ്. ഏതാ ലുക്ക്, ഏതാ ഈ നാറി സംടൈംസ് ആറ്റിറ്റ്യൂഡ് ഈസ് ബെറ്റർ. എന്നിട്ട് കണ്ട കുപ്പാലം പിടിച്ച് ഇതെല്ലാം എന്നാലും കൊള്ളല്ലേ. ഇതൊക്കെ എന്നാലും ഓക്കെ. ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡിലേക്ക് വരുന്നുണ്ട്. ചേട്ടക്ക് പിന്നെ സ്റ്റാൻഡേർഡ് പോവേ. പിന്നെ ആ കണ്ണാപ്പി കളർ കൊണ്ട് ഒരു ഷർട്ടിൽ ഞാനൊരു 10 ഫോട്ടോ ഇടും. ഇന്ന് ഒരേ ഷർട്ടിൽ 10 വീഡിയോ ഇടും. 10ാം ക്ലാസ് വരെ സൈക്കിൾ ഓടിച്ച് സൈക്കിൾ പ്രായം കഴിഞ്ഞ പാട് ഒരുത്തിന്റെ കൈമിൽ വണ്ടി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാണ്? അതായത് വണ്ടിന്റെ മുകളിൽ നിറച്ചു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന. ആര് ചെയ്യോടെ ഇതൊക്കെ? ഞാൻ ചെയ്യും. ഇതാണ് മോനെ നമ്മൾ ഇനി കാത്തിരുന്ന സാധനം. ഒരു മാല, ആ കുപ്പി പാന്റുകള് മറക്കരുതേ. കുപ്പിപ്പേര് ഐ ആം ബ്ലാക്ക്. ഇതാണ് ഗൈസ് ഡാർക്ക് ഫെയ്ഡ്. ഏതോ ഒരു വെളിച്ചത്തിന്റെ അടുത്ത് പോയിട്ട് മാസമായിട്ട് ഇതൊന്നും ആർക്കും എടുക്കാൻ പറ്റൂല എന്നല്ല ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ വിചാരിക്കുന്ന മനസ്സിൽ. ഇങ്ങനെയൊന്നും ആർക്കും പറ്റൂല. ഇതെല്ലാം കണ്ടതിന് ഫുള്ളി ലേക്കായിരിക്കും. ഇൻസ്റ്റാഗ്രാം കത്തിക്കണം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അറിയില്ല, മാസ്ക്, തൊപ്പി. ഞാൻ മുടി മുറിച്ച് ഞാൻ വേറെന്തോ ആവാൻ നോക്കിയതായിരുന്നു. ഞാൻ എന്തൊക്കെയോ റെഫറൻസ് ഒക്കെ കണ്ടിട്ടാ പലതും ചെയ്യല്. ക്യാപ്ഷൻ ഒന്നുമില്ല ഇതിന്റെ അടിയിൽ. വേറെന്തല്ലോ സാധനങ്ങളൊക്കെയാണ്. ഇത് മറ്റേ ഒരു ആപ്പ് ഉണ്ടായിരുന്നു പണ്ട്, എഡിറ്റ് ചെയ്യുന്ന ആപ്പ്. ഫേസ് ക്യാമ, ബ്യൂട്ടി ക്യാമ, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. 360 ഇൻസ്റ്റാത്ത് 360 എന്തോ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്ലോ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അന്ന് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എനിക്ക് എന്തെല്ലാം ആവുന്നു മോനെ. വിങ്സ് തലശ്ശേരി കടൽപ്പാലത്ത് ഏറ്റവും ഫസ്റ്റ് ഈ ഒരു ചെറുക ആരോ ചുമരിന്റെ മണ്ടക്കും വരച്ച് അന്ന് ഞാൻ പോയിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു. പക്ഷെ ക്രിഞ്ചാണ് മോനെ. സംതിങ്സ് കുണ്ടിയും മുളന്ന് തൂറായിരുന്ന പോലെ ആ കുണ്ടിന്റെ അടിയിലേക്ക് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ ചെയ്ത് സംതിങ്സ് കൂട്ടാൻ പോയിട്ടുണ്ടാവും ചിലപ്പോ. അതായിരിക്കും സംതിങ്സ്. ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എത്രയോ കാലം ഞാൻ ഇതെന്റെ എല്ലായിടത്തും DP അതുപോലെ തന്നെ മറ്റേ ഇത് എന്തൊക്കെയൊക്കെയല്ലോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ. ഇവിടുന്ന് കംപ്ലീറ്റ്ലി BTS ആകുന്നത്. മുടി കണ്ട, മുടി താണ്. എന്റെ ക്യാപ്ഷൻ ഫ്രീ ഫോട്ടോ എഡിറ്റ്, യുവർ മോഡൽ എഡിറ്റ്, ജസ്റ്റ് ഇൻബോക്സ് മീ. അന്നേ ബിസിനസ് മെന്റാലിറ്റി. BTS തുടങ്ങി. കയ്യിൽ 2-3 മോതിരം, ഷോ സമ്മല്ല. പക്ഷെ ഇത് നല്ല രസമുണ്ടല്ലേ കാണാന്. മുടിയൊക്കെ നോക്കിയേ, ഇതുപോലെ ഒന്നുകൂടെ ആക്കിയാലോ മുടി. ആ കണ്ണട കൊള്ള ഫേസ് രസമുണ്ട്. എന്ത് അത്യാവശ്യം നല്ല ഫോട്ടോ. കുപ്പിപ്പാന്റ് പക്ഷെ ചാടാനായിട്ടില്ല കേട്ടോ. കുപ്പിപ്പാന്റ് ഇതൊക്കെ പെൻസിൽ ഇതേ ക്യാപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിന്റെ അടിയിൽ. BTS എഡിഷൻ. ഇത് എനിക്ക് പിന്നെ അന്ന് ഫോട്ടോ ഒന്നും എടുത്തരാൻ ആരും ഇല്ലായിരുന്നു ഗൈസ്. കൂടുതൽ ഞാൻ ആരെങ്കിലും കാല് പിടിച്ചിട്ട് പോയിട്ട് എടുക്കുക. അന്ന് ഫോട്ടോ മര്യാദക്ക് ക്ലിക്ക് ചെയ്യാൻ പോലും അറിയില്ല. പിന്നെ ഞാൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അപരാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇതാരാന്ന് എനിക്കറിയില്ല. ഞാനൊന്നല്ല കേട്ടോ ഇതേതോ മാനസിക ഭ്രാന്തൻ. ഇത് കണ്ണടിച്ചോ നീ സാധനം കണ്ടിട്ട്? അടിയിൽ ഞാൻ തന്നെ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്, മഴവില്ല എന്തല്ലോ ബുക്ക്. ആ കപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടാ. അത് ഇതിന്റെ മണ്ടക്കുണ്ട്. ഇത് കാണുമ്പോ പെമ്പിള്ളേര് ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ഉറങ്ങുന്നേ തളർവാദം പിടിച്ച് കടന്ന പോലെ ഉണ്ട്. സൈക്കിളിലാണാ കണ്ടിട്ട് എനിക്ക് ഛർദിക്കാൻ വരുന്നടാ. അയ്യോ. പിന്നെ ഏതോ കാട്ടിൽ പോയിട്ട് പുല്ലൊക്കെ ഫുള്ള് പാച്ചക്കള. ഇടയ്ക്ക് എനിക്ക് പിന്നെയും പെരാൻ തുടങ്ങുവേ. പിന്നെ ഇതേപോലെ കളർ കയറ്റും. ഇത് ഇടയ്ക്ക് എനിക്ക് മാറി പെരാൻ തുടങ്ങിയത്. എല്ലാത്തിലും ആ സെയിം പാന്റുകൾ നോക്കിയാൽ മതി. ഇതിലൊന്നും ഇട്ടിക്കില്ല. ഇവിടെ ആകാശത്ത് നോക്കുന്നുണ്ട്. അണ്ണാക്കും കൂടി തുറക്കും. എന്നാ തൂടിത്തരും എന്തെങ്കിലും. അപ്പൊ അങ്ങ് ഇറക്കിയിട്ട് ചാവാം. മൈ ലെവൽ അപ്ഗ്രേഡ്. ഈ ഫോട്ടോ ഇടുമ്പോ ഞാൻ വിചാരിച്ച കാര്യമാണ് അത്. ഭയങ്കര സീന് ഫോട്ടോ. ഇപ്പുറത്തുനിന്ന് റെഡ് കളർ. അന്ന് നല്ല ചെസ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഷോൾഡർ പോടാ. ഇപ്പൊ എനിക്കിതൊന്നും എന്റെ ഇതെല്ലാം ഇവിടെ പോയി. ഇത് ഞാൻ എന്റെ വണ്ടിയും കൊണ്ട് ഫസ്റ്റ് വയനാട്ടിൽ എവിടെയോ പോയതാട്ടാ. NVIDIA റേ ട്രേസിംഗ് ഓൺ ആക്കിയോളുണ്ട്. വണ്ടിക്ക് നല്ല തിളങ്ങുന്നുണ്ട്. ക്യാപ്ഷൻ എന്താണ്? നാക്കിന്റെ ചിത്രം. നിന്റെ ഫോട്ടോ കണ്ട് നക്കണമെന്നാണ് നീ ഉദ്ദേശിച്ചത് അന്ന്. ഇതെന്തെന്നാണ് ഇത് നോട്ടാ അവിടെ ഇത്.
മറ്റേ മുടിയൊക്കെ പാർട്ടിഷൻ ആക്കിനെ BTS ആട്ടോ. BTS എന്ന് മറന്നു പറഞ്ഞത്. ഇതൊന്നല്ല, എന്നുണ്ട് കൊറേ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ പണ്ടത്തെ ടിക്ടോക്ക് ഒക്കെ എനിക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണുമായിരുന്നു കുറെ അപരാധം. അന്ന് എനിക്ക് ആ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയില്ല, ആരും കണ്ടില്ല, ഞാൻ ഫേമസ് ആയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ഇത് ഫേമസ് ആക്കാനുള്ള അവസരമാണ്. എല്ലാം ഞാൻ കാണിച്ചു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.